ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ബേക്കറികളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്വട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏത് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാൽഡൻ്റെ നെയ്യാണ്. അത് ചേർത്തിട്ട് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ പൊടിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന പോലെ നന്നായി ഒന്ന് നമ്മൾ കൈ കൊണ്ട്, ഞാൻ ആദ്യം ഒന്ന് സ്പൂണായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ശേഷം നന്നായി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ നെയ്വടനെ നല്ലോണം സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കും. ഏത് കപ്പിലാണോ മൈദപ്പൊടി അളന്നിട്ടുള്ളത് ആ കപ്പിലാണ് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അളക്കുന്നത്. അങ്ങനെ തൈരും ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതിന് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ മൈദപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും. നമ്മൾ ഒരുപാട് നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കായ കുത്തിയിടുന്നുണ്ട്. അതിൻ്റെ ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം. വല്ലാതെ ഒന്നും കുറുകി വറ്റിക്കൊന്നും വേണ്ട. നല്ലോണം ഒന്ന് തിളച്ച് പഞ്ചസാര ഒന്ന് മിക്സ് ആയാൽ മാത്രം മതിയാവും. ഈ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് 10 ചെറിയ ഉരുളകളാക്കി മാറ്റുക. ഈ മാവ് കൊണ്ട് നമുക്ക് 10 നെയ്വട വരെ ഉണ്ടാക്കാം കേട്ടോ. മീഡിയം സൈസിലുള്ള 10 നെയ്വട ഉണ്ടാക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ഓരോ ഉരുളയും ഇതുപോലെ നടുവിലോട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. എല്ലാ ഭാഗം ഒരേപോലത്തെ കട്ടിയാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയാണ് ഈ ഹോൾ ഇടുന്നത്. അപ്പോൾ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിരലൊന്ന് മൈദപ്പൊടിയിൽ മുക്കിയ ശേഷം ഹോളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഹോളിട്ട് കൊടുക്കുക, നല്ല ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ ഞാനിതാ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് എണ്ണ ഒരു ചെറു ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തിളച്ചാൽ നമ്മൾ നെയ്വട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ വളരെ ലോ ഫ്ലെയിം ആക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്കൊരു ഭാഗം നല്ലോണം ഒരു 5 മിനിറ്റോളം ഒന്ന് ചെറു തീ കിടന്ന് വെന്ത ശേഷം അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം വേവിക്കാം. അങ്ങനെ നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചുരുങ്ങിയത് ഒരു 20 മിനിറ്റെങ്കിലും എടുത്തിട്ട് നമുക്കത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കളറാവുമ്പോൾ നമുക്ക് വറുത്ത് കോരി ചൂടോടുകൂടെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ നെയ്വട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാര പാനിയിൽ നിന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും ആ പാനി ആവാനും ഉള്ളിലോട്ട് നല്ലോണം പഞ്ചസാരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ.